ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു നെയിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്കൊരു ബേസ് കോട്ട് ആവശ്യമാണ്. ഇത് നമുക്ക് ആദ്യം നഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂഡ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ലാക്മിയുടെ ഈ ഒരു നെയിൽ പോളിഷാണ്. നിങ്ങളൊരു ന്യൂഡ് നെയിൽ പോളിഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് M3 ആണ്. ഇനി നമുക്കിത് നഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ നഖത്തിലും അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നഖത്തിൻ്റെ ടിപ്പിലായിട്ട് വൈറ്റ് കളർ നെയിൽ പോളിഷ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ടേപ്പാണ്. ഇത് നമുക്ക് നഖത്തിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം വൈറ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ നെയിൽ പോളിഷ് ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഈ ടേപ്പ് ഇളക്കി മാറ്റാം. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്, അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടി മാഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നെയിൽ പോളിഷ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് വാട്ടർ എടുത്ത് അതിലേക്ക് കൈയൊന്ന് മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിവിടെ എല്ലാ നഖത്തിൻ്റെയും ടിപ്പിൽ വൈറ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്ത ബേസ് കോട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.